ഹായ് മകളെ, എത്ര പഠിക്കണം എന്ന് ആഗ്രഹിച്ചാലും പഠിക്കാൻ പറ്റാത്ത ഒരു ലോഡ് കുട്ടികളുണ്ട് അല്ലേ. ഞാനൊക്കെ അനുഭവിച്ച ഒരാളാണ്. കാരണം നമ്മുടെ മനസ്സിലുണ്ട് പഠിക്കണം എന്നൊക്കെ, പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വിചാരിക്കുന്നില്ല. ഇങ്ങോട്ട് മനസ്സിലുണ്ടെങ്കിൽ പോലും അതിങ്ങോട്ട് പഠിക്കണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്നില്ല. ആ പല കാരണത്തിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ മടിയാണ്. നമ്മൾ അറിയാതെ ഫോൺ എടുക്കുന്നു, അതിൽ ഇൻസ്റ്റാഗ്രാം വഴിയും അല്ലാത്ത വഴികളിലുമായിട്ട് നമ്മൾ മണിക്കൂറുകൾ പോകുന്നത് അറിയുന്നില്ല. പഠിക്കണം എന്ന് രാവിലെ വിചാരിക്കുന്നുണ്ട്, രാത്രി ആകുമ്പോഴേക്കും മറ്റു ശ്രദ്ധകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ പഠിക്കാതെ മുന്നോട്ട് പോകുന്നു. ഇനി അഥവാ നമ്മളൊക്കെ വെച്ച് ഇരുന്നാൽ തന്നെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കടയിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്ന ഒരുപാട് മറ്റ് സിറ്റുവേഷനുകളും നമ്മുടെ മുന്നിലുണ്ടായിട്ടുണ്ട്. +1 എത്തിയിട്ടുണ്ട്. ഇനിയും പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനും കാണുക. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്ന് കിട്ടും. ഒരു കുഞ്ഞു വീഡിയോ ആണ്. സോ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഞാൻ മുമ്പ് പറഞ്ഞൊരു കഥയാണ് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ കേൾക്കാത്ത ആളുകളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അതൊരു കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഒരിക്കൽ ഒരു യാത്രക്കാരൻ ഒരു നാട്ടിലെത്തുകയാണ്. ആ നാട്ടിലെത്തി അയാൾ ബസ്സിലാണ് വന്നത്. അതിനുശേഷം അയാൾക്ക് ട്രെയിനിലാണ് പോവേണ്ടത്. അപ്പോൾ ആ നാട്ടിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ എവിടെയൊന്നുണ്ട്. അയാൾക്ക് എവിടെയാണ് എന്ന് കറക്റ്റ് അറിയില്ല. കുറഞ്ഞ സമയം കൂടി ഇനി അയാൾക്ക് യാത്ര ചെയ്യാൻ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ ബാക്കിയുള്ളൂ. അങ്ങനെ ഇയാൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ചെരുപ്പ് കുത്തി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളോട് ചോദിക്കുന്നു, വേറെ നാട്ടിലാണ്, നമുക്കറിയാത്ത ഒരാളാണ്. അപ്പോൾ അയാളോട് ചോദിക്കുകയാണ്, ഏട്ടാ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇനി എത്ര മിനിറ്റ് നടക്കാനുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, മിണ്ടാതിരുന്നു. അപ്പോൾ ഇയാൾ വിചാരിച്ചു എനിക്ക് കേൾക്കാത്തത് കൊണ്ടാകും, കുറച്ചുകൂടി ശബ്ദത്തിൽ ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നും കൂടി കുറച്ച് ശബ്ദത്തിൽ ചോദിക്കുകയാണ്, ഏട്ടാ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര മിനിറ്റ് നടക്കാനുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ വീണ്ടും ഒന്നും മിണ്ടിയില്ല. ഒന്ന് അയാളെ നോക്കിയിട്ട് അയാൾ നിശബ്ദനായിട്ട് തന്നെ ഇരുന്നു. അപ്പോൾ അയാൾക്ക് കുറച്ചൊരു ദേഷ്യം വന്നെങ്കിൽ പോലും ഇനി ചോദിക്കേണ്ട, 2 തവണ ചോദിച്ചു, ഇനി ഞാൻ മുന്നോട്ട് പോകാമെന്ന് കരുതി അയാൾ ഒരു വശത്തേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ചെരുപ്പ് കുത്തി അദ്ദേഹത്തെ വിളിക്കുന്നത്, ഏട്ടാ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ ഇയാൾക്ക് മലയാളം അറിയാം, ഞാൻ ചോദിച്ചവരൊക്കെ കേട്ടിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇയാൾ ഞാൻ ചോദിച്ച സമയത്ത് മിണ്ടാതിരുന്നത്? അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും വന്ന് തിരിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹം ഈ ചെരുപ്പൂത്തിൻ്റെ അടുത്ത് പോവുകയാണ്. നിങ്ങളോട് ഞാൻ 2 തവണ ചോദിച്ചു, ഒരു വട്ടം ശബ്ദം ഉയർത്തി ചോദിച്ചു, എന്നിട്ടൊന്നും നിങ്ങൾ റീപ്ലൈ തന്നില്ല. എന്തുകൊണ്ടായിരുന്നു എനിക്ക് റീപ്ലൈ തരാതിരുന്നത് എന്ന് ചോദിച്ച സമയത്ത് ആ ചെരുപ്പ് കുത്തി പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതെങ്ങനെയാണ് പറഞ്ഞത്? നിങ്ങൾ എത്ര ദൂരത്തിലാണ് അല്ലെങ്കിൽ എത്ര വേഗതയിലാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് നിങ്ങൾ ഏകദേശം എത്ര സമയം കൊണ്ട് എത്താൻ പറ്റൂ എന്ന് പറയാൻ പറ്റുള്ളൂ. വെറുതെ ഞാൻ ചാടി കയറി പറഞ്ഞിട്ട് കാര്യമല്ല അല്ലേ. അത് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. ഈ ഒരു കഥയിൽ ഒരുപാട് മോട്ടിവേഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് അറിയാത്ത ഒരുപാട് ഹിഡൻ കാര്യങ്ങൾ അതിലുണ്ട്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് +1 എത്തിയിട്ടുണ്ട്. അപ്പോൾ +1ൻ്റെ അവസാനത്തിലേക്കൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. അപ്പോൾ പഠിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് വില കൊടുത്തും നിങ്ങൾ അവിടെ ഇരിക്കും, അതിലൊന്നും സംശയമല്ല. പക്ഷേ അപ്പോഴേയാണ് നമ്മൾ മനസ്സിലാക്കുക, ഞാനൊരു ദിവസം കൂടി മുമ്പേ പഠിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസം കൂടി മുമ്പേ പഠിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ഫുൾ മാർക്ക് തന്നെ നേടാൻ പറ്റുമായിരുന്നു. ഒരു പക്ഷേ 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഫീൽ ചെയ്തൊരു കാര്യം തന്നെ ആയിരിക്കും. ഒരു യൂണിറ്റ് ടെസ്റ്റൊക്കെ സ്കൂളുകളിലൊക്കെ നടത്തുന്ന സമയത്തോ അല്ലെങ്കിൽ എക്സാമിനൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തോ പഠിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾക്ക് സമയം തികയാതെ വരും. പഠിക്കാൻ കുറച്ചും കൂടി കിട്ടിയിരുന്നുവെങ്കിൽ എന്നൊരു ചിന്ത നിങ്ങളെ പലപ്പോഴായിട്ട്, അല്ലെങ്കിൽ ആ 2 ദിവസം കൂടി മുമ്പേ ഞാൻ ഇരുന്നുവെങ്കിൽ എന്നൊരു ചിന്ത നിങ്ങളുടെ പലപ്പോഴായിട്ട് നിങ്ങളുടെ മനസ്സിലൂടെ വന്നു പോയിട്ടുണ്ടാവും. അത് തന്നെയാണ് എനിക്ക് +1 എത്തി നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ നിങ്ങൾ വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ കുറച്ചാണെങ്കിൽ, എപ്പോഴും നമ്മൾ ഈ വലിയ നമുക്ക് ഒരുപാട് ഫുൾ മാർക്കൊക്കെ നേടി ഒരുപാട് കുട്ടികളുണ്ട്. അവരൊക്കെ അടുത്ത് പോയി നോക്കുന്ന സമയത്ത് അവരോടൊക്കെ ചോദിക്കും, നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കും, എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നൊരു മറുപടി ഉണ്ട്. കൂളായിട്ടാണ് പറയുക, അങ്ങനെ മണിക്കൂറിൻ്റെ കണക്കൊന്നുമില്ല സാറേ, പക്ഷെ ഞാൻ എന്നും പഠിക്കാറുണ്ട്. ഇത് തന്നെയാണ് അവിടെ സക്സസ് എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ്. ഇത് തന്നെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ എത്ര ബാക്ക്വേർഡ് ആവട്ടെ, ഇതിൽ തന്നെ ഫുൾ A+ ഒന്നും കിട്ടാതെ ചിലപ്പോൾ കുറഞ്ഞ മാർക്ക് കൊണ്ട് സയൻസ് എടുത്ത ഒരുപാട് കുട്ടികളുണ്ടാവും. അവരുടെ ആഗ്രഹം കൊണ്ടാണ്. സോ ആഗ്രഹം ഒരിക്കലും നിങ്ങൾ മോശമാക്കരുത്. നിങ്ങൾ അവരെക്കാളൊക്കെ കൂടുതൽ എഫേർട്ട് എടുക്കണം. ഇനി ഫുൾ A+ ഒക്കെ കിട്ടി, ഇനി ഞാൻ കുറച്ച് പഠിക്കാതിരിക്കാമെന്ന് വിചാരിക്കുന്ന ആളോട് വലിയ മണ്ടത്തരാണ്. 10ാം ക്ലാസ് പോലെ അല്ല +1 എന്ന് നിങ്ങൾ കുറച്ചൊക്കെ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ പഠിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന ഉറച്ച വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടാവുക. ഞങ്ങളും പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടിത്തരുന്നത് വരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായിട്ട് തന്നെ ഉണ്ടാകും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട്
സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെയുള്ള ക്ലാസ്സുകൾ അത്രയും ക്വാളിറ്റിയാണ്. ഒരു പക്ഷേ സൈലത്തിൻ്റെ അഗ്നി ബാച്ച് ക്ലാസ് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയും. ഞങ്ങൾ അത്രയും ധൈര്യത്തോടു കൂടി തന്നെയാണ് ഇത് പറയുന്നത്. കാരണം അത്രയധികം ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകൾ, അത്രയധികം കിടിലം മെറ്റീരിയൽസ്, അതൊക്കെ തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതൊരു പ്രൊമോഷനായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല. ഞാൻ നിങ്ങൾക്കൊരു ഒരു ഒരു കാര്യം പറഞ്ഞതാണ്. കാരണം അത്രയും ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ക്ലാസ് കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ കൂടുതൽ ഉപകാരപ്രദമായുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു മോട്ടിവേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരു കമൻറ്റ് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.